ബിനിൽ കൂടി ചേരുന്നു നമുക്ക് ഒപ്പം. ബിനിൽ, പറയൂ, ഈ മുദ്രാവാക്യം വിളികളുടെ ശക്തി അത് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ അതിന് മറ്റൊരു മാനം കൈവരുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവികമാണ്, കാരണം VS അച്യുതാനന്ദൻ എന്നത് ആലപ്പുഴക്കാർക്ക് ഒരു വലിയ സ്വകാര്യ അംഗീകാരമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും പുന്നപ്രക്കാർക്കും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലക്കാർക്കും ഒക്കെ തന്നെ VS എന്നത് വലിയൊരു ആവേശം തന്നെയാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ VS അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഈ പ്രദേശവാസികളും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ അവർ ഉറക്കമൊളിച്ചു നിന്നത് അവരുടെ പ്രിയ നേതാവ് VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനാണ്. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പുതിയ മേൽവിലാസം ഉണ്ടാക്കി നൽകിയ വീടാണിത്, വേലിക്കകത്ത് വീട്. അദ്ദേഹത്തിൻ്റെ ജനിക്കുമ്പോഴുള്ള യഥാർത്ഥ മേൽവിലാസം ഇതായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ നാക്കി മാറ്റിയത് ഈ വീടാണ്. വിവാഹശേഷം അദ്ദേഹം വാങ്ങിയ വീടാണ്. അങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാന യാത്രയായിരുന്നത്. കാരണം VSന്റെ രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം തന്നെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. 31-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലൊരു മണ്ണിൽ, ഇത്രയും വലിയ വിപ്ലവ മണ്ണിൽ അത്രയും ചെറിയ പ്രായത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുക എന്നതൊക്കെ ഒട്ടും ഇപ്പോഴത്തെ കാലത്ത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അത്ര വലിയ സംഘാടന ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് VS അച്യുതാനന്ദൻ. ഈ പുന്നപ്പറയുടെ മണ്ണിൽ ജനിച്ച് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ, താൻ അറിയുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ തന്നെ സംഭാവന ചെയ്തത് ഈ കർഷക തൊഴിലാളികളോടുള്ള സംവാദമാണ് എന്നതൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ വികാര വായ്പോടുകൂടി തന്നെയായിരിക്കും ഈ നാട് അദ്ദേഹത്തിന് വിട ചൊല്ലുക. എന്തായാലും ഇന്ന് പുലർച്ചെയെങ്കിലും എത്തുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇനിയും വൈകിയാണ്. ഇപ്പോൾ നങ്ങ്യാർ കുളങ്ങര പിന്നിട്ട് വിലാപയാത്ര പുന്നപ്രയിലെ വീട്ടിലേക്ക് വരികയാണ്. ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് ഇവിടെ ഈ VSന്റെ ഭൗതിക ശരീരം എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മൃതദേഹം എത്തിച്ചാൽ നേരെ പോകുന്നത് വീടിനുള്ളിലേക്കാണ്. അവിടെ 10 മിനിറ്റോളം സമയം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, ഭാര്യയും മക്കളും അടക്കം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഒരു 10 മിനിറ്റ് സമയം വീടിനകത്ത് ഒപ്പം VS ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പുറത്ത് ഈ നാട്ടുകാർക്കൊരു VSനെ കണ്ട വിദ്യാഭിവാദ്യം അർപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ക്യൂ ആണ് ഇപ്പോൾ തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് ഈ ആലപ്പുഴ ഒന്നാകെ ഒഴുകിയെത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആലപ്പുഴ ഒന്നാകെ മാത്രമല്ല, ഈ നാടൊന്നാകെ ഒഴുകിയെത്തുന്നു.